കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുമിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് വിജയിൻ്റെ ടി.വി.കെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുകയും ചെയ്തു. ഇപ്പോൾ 2 മാസമായി. അപ്പോൾ അന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഈ വിജയ് എന്നുള്ള സിനിമ നടന് ഇതെങ്ങനെ നല്ലൊരു മുഖ്യമന്ത്രിയാകാൻ പറ്റും, യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ. അതിന് കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളായി ഇരുന്നവരും അന്ന് ജയിച്ചു വന്നവരും മന്ത്രിയായവരൊക്കെ തന്നെ പലരും പുതുമുഖങ്ങളാണ്. ഇപ്പോൾ എം.ജി.ആർ മുഖ്യമന്ത്രിയായി സിനിമയുടെ മുഖ്യമന്ത്രിയായും പോലും അദ്ദേഹം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം DMK-യുടെ നേതാവ്, പലവണ MLA ഒക്കെ ആയതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം മന്ത്രിയാകാത്തതിൽ പ്രതിഷേധിച്ചാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം പാർട്ടി വിട്ടുപോയതും പിന്നീട് വേറെ AFDK രൂപീകരിച്ചത് തന്നെ. അപ്പോൾ ഈ വിജയ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പലരും പുതുമുഖങ്ങളായിരുന്നു. ഇത് പലരും ആരാണെന്ന് നാട്ടുകാർക്ക് അറിഞ്ഞു. അവിടുത്തെ ദേവസ്വം മന്ത്രി ഏതോ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെ കൈക്കൂലി വെച്ച കഥ നമ്മളെല്ലാവരും വാർത്ത ചെയ്തതാണ്. ഇപ്പോൾ അത് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ കേരളത്തിൽ സത്യം പറഞ്ഞാൽ പല മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫിനെ പോലും ഇനിയും പൂർണ്ണമായും നമ്മൾ നിയമിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിജയ് മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ് ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. 2 മാസം ആയപ്പോഴേക്കും തന്നെ അതിനകത്ത് ഏറ്റവും അത് വല്ലാത്തൊരു അപൂർവതയാണ്. കാരണം ഒരു പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്ന് 2 മാസം അല്ലെങ്കിൽ ഇത്ര നാൾ തികയുന്നതിന് മുമ്പ് പുനഃസംഘടന എന്ന് പറയുന്നത് ഇതിനു മുമ്പ് അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടില്ല. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇവിടെ പുനഃസംഘടനയ്ക്കുണ്ടായ കാരണങ്ങളും നല്ല കാരണങ്ങളാണ്. അത് കാണണം. അതാണ് തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയം വല്ലാതെ അഴിമതി കുരുക്കിൽപ്പെട്ടു പോയി എന്നുള്ളത് സത്യമാണ്. വല്ലാതെ അഴിമതിപ്പെട്ടുപോയിരുന്നു. തമിഴ് ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ ഒക്കെ പേരിൽ, അത് DMK ആണ്, ADM ആണ്, എല്ലാവരുടെയൊക്കെ പേരിൽ വലിയ തോതിലുള്ള അഴിമതി കാരണങ്ങൾ ഇന്നലെ ജയിലിൽ കടന്നിട്ടുണ്ട്. ആ അവസ്ഥ വരെ എത്തി വന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ കടത്തി വെട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി, തമിഴ്നാട്ടിൽ വലിയ വികസനം കൊണ്ടുവരുന്നതിന്, അഴിമതി ഒഴിവാക്കുന്നതിന് വേണ്ടി നല്ല മുദ്രാവാക്യമായിട്ടാണ് വിജയ് രംഗത്തെത്തിയത്. പക്ഷെ അന്ന് പലരും വിജയനെ പുച്ഛത്തോടെ കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരല്ലെങ്കിൽ പോലും പ്രൊഫഷണൽസ് ആയിരുന്നു പലരും. ഓരോ മേഖലകളിൽ പ്രൊഫഷണലുകളായിരുന്ന ആളുകളെയാണ് പലപ്പോഴും അദ്ദേഹം അവരൊക്കെ മന്ത്രിമാരാക്കിയത്. പക്ഷേ ഈ പലരുടെയും പെർഫോമൻസ് അത്ര പോരാ എന്നുള്ളതാണ് ഇപ്പോൾ വിജയ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കൃത്യമായി ഇതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി വേറെ മിടുക്കന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഇപ്പോൾ ഈ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയതിൽ ഒരു 2 റീസൺ. ഒന്ന്, പോക്സോ കേസിൽപ്പെട്ട ഒരു മന്ത്രി. 2, ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു കാരണമാണ്. അങ്ങനെ ഇത് രണ്ടും എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ തീരുമാനം മികച്ചത് എന്ന് തന്നെ പറയണം. ലഹരി ഉപയോഗിച്ചെന്നുള്ള പേരിൽ ഒരു വീഡിയോ പുറത്തായ ശരത് കുമാർ, ടി.വി.കെ നേതാവിനെ ഭീഷണിപ്പെടുത്തിയ വിവാദത്തിലായ സാമൂഹ്യക്ഷേമ മന്ത്രി ജഗദീശ്വരി, വകുപ്പിലെ ഇടപെടലിലൂടെ വിവാദത്തിലായ ഗതാഗത മന്ത്രി വിജയ്, തമിഴൻ പാർത്ഥിവൻ, കരാർ നൽകിയതിൽ ആരോപണം നേരിടുന്ന മന്ത്രി TK പ്രഭു എന്നിവരെയാണ് പുറത്താക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതേപോലെ ഇത് കൂടാണ്ട് പെർഫോമൻസ് പോരാ എന്ന് തോന്നുന്നവരെയും മാറ്റുന്നുണ്ട്. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ഇവരൊക്കെ തുടക്കക്കാരാണ്. ഇതിന് മുമ്പ് മന്ത്രിമാരായിരുന്ന ആരും തന്നെ ഇല്ല. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ കേരളത്തിലെ സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. 2 മാസം ആയപ്പോൾ മന്ത്രിമാരെ വിലയിരുത്താൻ കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക്. ഇവർക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള പോക്സോ കേസ്, അതുപോലെ ഈ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരെ വിളിച്ച് വിരട്ടുക, ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇവർ പലരും രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാതെ വന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. മാത്രമല്ല നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാരെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതിൻ്റെതായ കുറേ സംരക്ഷണം കിട്ടുമ്പോൾ അവർക്കൊരു തോന്നലുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നത് അത്തരത്തിൽ ആ ഒരു പ്രിവിലേജിൻ്റെ മറവിൽ അഴിമതി, സ്വജനപക്ഷപാതം, അങ്ങനെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൂട്ടുന്ന ഒരു രീതി നമ്മുടെ ഇവിടെയുണ്ട്. എന്നാൽ ഈ തമിഴ്നാട്ടിലേത് അത്തരത്തിൽ ഒരു പ്രിവിലേജ് ഉപയോഗിക്കാൻ തുടങ്ങിയിടത്ത് തന്നെ അതിന് ചുവടെ വെട്ടിമാറ്റി എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഇത്തരത്തിൽ ചെയ്യാൻ പോകുന്ന ഒരാൾ ഞാനും സേഫ് അല്ല എന്നൊരു സന്ദേശം കൊടുക്കാനും വിജയ്ക്ക് ഇവിടെ സാധിച്ചു എന്നുള്ളതും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഒരു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യം സംഭവിക്കാനാണ് സാധ്യത. ഈ മന്ത്രിസഭ വന്ന് 2 മാസത്തിലും തന്നെ മൊത്തത്തിൽ എല്ലാവരെക്കുറിച്ചുള്ള ഒരു റിവ്യൂ നടത്തുകയും അവരെ അത് അനാലിസ് ചെയ്ത് കഴിവില്ലാത്തവരെ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാത്തവരെ പുറത്താക്കാനും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ആളുകളെ കേസുകളിൽപ്പെട്ട അഴിമതിയിൽപ്പെട്ട ആളെ പുറത്താക്കുക എന്നുള്ളത് അത് ഏറ്റവും നല്ല മാതൃകയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുള്ള കാര്യം നമുക്കറിയാം. ഇത്തരത്തിൽ കേസുകൾ ചെന്ന് പെടുന്നവരെ രക്ഷിക്കാനാണ് എല്ലായ്പ്പോഴും രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. CPM ഏറ്റവും വലിയൊരു ഉദാഹരണം, കൊലക്കേസ് പ്രതികളെ വരെ ന്യായീകരിച്ച് തേഞ്ഞവരാണ് അവർ. പക്ഷേ മാത്രമല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ കോൺഗ്രസും CPM എല്ലാം വിജയനെ പിന്തുണയ്ക്കുന്നു. അവരും കൂടെ സപ്പോർട്ട് വീടാണ് അദ്ദേഹം ഭരിക്കുന്നത് സംസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ഈ ഘടകകക്ഷികൾ അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഇത് കണ്ടുപഠിക്കണം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഇറങ്ങി പറയായിരുന്നു, അദ്ദേഹത്തിന് പരിചയമുള്ള ഏതോ ഒരു വൻകിട കമ്പനിയിൽ ചെന്നൈയിലുള്ള ഒരു തമിഴ്നാട്ടിലുള്ള ഏതോ വലിയ സ്ഥാപനത്തിൻ്റെ വിദേശത്തു നിന്നുള്ള പ്രതികൾ വന്നു കഴിഞ്ഞപ്പോൾ
മുഖ്യമന്ത്രി വിജയനെ ചെന്ന് കണ്ടെന്നു. അത് അപ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എല്ലാം പെൻസിലുകൊണ്ട് ഇങ്ങനെ എന്തോ കുറിക്കുകയും ശരി അദ്ദേഹം ഒരുപാട് സംസാരിക്കാതെ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു, ഇടയ്ക്ക് വളരെ അപൂർവമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആകെ സംശയമായി, ഇദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്, ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇരുന്നു. പക്ഷേ പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവരെ വിളിക്കുകയും കൃത്യമായിട്ട് ഇവർ മുഖ്യമന്ത്രിയെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും ചർച്ചയ്ക്ക് അവരെ വിളിക്കുകയും എങ്ങനെയൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അവർ കാണേണ്ട കൺസേൺഡ് സെക്രട്ടറി അവരാരെയെ കാണാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം ലഭിച്ചുവെന്നും കൃത്യമായി അവർ ഫോളോ അപ്പ് നടത്തിയെന്നും ആ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വളരെ നമുക്ക് ആശ്വാസകരമായൊരു കാര്യമാണ്. കാര്യം ഒരു പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരണം. നമുക്ക് കൺവെൻഷണൽ രാഷ്ട്രീയക്കാരെ കൊണ്ടേ ഇവരെ വല്ലാത്ത കൂട്ടുകെട്ടുകൾ, ഇവരുടെ അന്തർധാരകൾ ഇതൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്നത് പോലെ വിജയും ഒരു പ്രായം കൊണ്ട് ജെൻസി അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കൺവെൻഷണൽ രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ജനം എത്തരത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ പൊതുവെ അത്തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ അത് സിനിമകളിൽ മാത്രമല്ല തന്റെ ജീവിതത്തിൽ അത് നടത്താൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. എംജിആറിനും അദ്ദേഹത്തിന്റെ എന്താണ് രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെ ഈ അനീതിക്കെതിരെ പോരാടുന്ന ഒരു ആളായിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ എത്തിയപ്പോഴൊക്കെ തന്നെ അതിനൊരുപാട് സഹായകരമായി തീർന്നിരുന്നു. അതുപോലെ വിജയും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ ഈ അനീതിക്കെതിരെയും വൃത്തികേടുകൾക്കെതിരെയൊക്കെ പോരാടുന്ന ഒരാളായിട്ടാണ് കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ഫലപ്രദമായി ചെയ്യാൻ കഴിയുമെന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യം അത് വളരെ നല്ല വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ ഈ നേതാക്കന്മാരിത് കണ്ട് പഠിക്കണം. കാരണം വിജയ് ഒരു പക്ക പ്രൊഫഷണലാണ്. അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള നിലയിൽ പ്രൊഫഷണലാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു പ്രൊഫഷണലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഒരാൾ നിരന്തരം കഴിവുകേട് കാണിക്കുകയാണെങ്കിൽ അയാളെ മാറ്റി തുടങ്ങും. അയാൾ ഇനി എത്ര ഉന്നതമാണെന്ന് പറഞ്ഞാൽ അയാളെ സ്ഥാനത്ത് മാറ്റും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. തമിഴ്നാട് എന്നുള്ള സംസ്ഥാനത്തിൻ്റെ CEO തന്നെയാണ് വിജയ്. അവിടെ എന്താണ് പിടിപ്പുകേട് കാണിക്കുക, അല്ലെങ്കിൽ അഴിമതിയും വൃത്തികേടും ഈ പോക്സോ കേസൊക്കെ ചെന്ന് പെടുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്ന മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവരെ അടിയന്തരമായി നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിഹാരം. ഏതായാലും നാളെ കണ്ട അവിടെ സമ്മേളനത്തിന് ശേഷമാണ് ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. എന്തായാലും ഇതൊരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം വിജയനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല നമ്മൾ അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പോലും ഒരു പൊതു ധാരണയുണ്ടായിരുന്നു ഒരു സിനിമാ നടൻ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊരു ചോദ്യമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഉയർന്നത്. എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആ ചോദ്യങ്ങൾ മുഴുവൻ മാറ്റി എഴുതി. അതിനുശേഷവും ഒരു ഇത്തരത്തിലൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതായത് ഈ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ട് ഈ മന്ത്രിസഭ അധിക നാൾ ഓടില്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് വിവാദങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ള ഒരു പൊതു ധാരണകൾ പലപ്പോഴും ഈ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ഇതെടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു പൊതു ധാരണകൾ പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ തിരുത്തി കുറിക്കാൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസിലൂടെ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ആ മന്ത്രിസഭയിലെ അംഗങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിലയിരുത്താൻ വളരെ കൃത്യമായി യോഗ്യതയുള്ള ആളുകളെ വിജയ് നിയോഗിച്ചിട്ടുണ്ട്. അവർ അദൃശ്യരായിരുന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി കാണുന്നു, വിജയന് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഈ ഒരു നിർണായക തീരുമാനമെടുത്തത്. അതായത് രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തവർക്കും രാഷ്ട്രീയത്തെ നന്നാക്കാൻ അറിയാമെന്നുള്ളൊരു പാഠം അവിടെയുണ്ട്.